അവരവരോട് ബന്ധപ്പെട്ടവരെ അനുസ്മരണമാണ് ഈ കാര്യം ഉണ്ടാക്കുക. അപ്പൊ ചിലർ മൊയ്തീൻ ശേഖരിന്റെ ആളുകൾ കഴിക്കും, ചില ആളുകൾ റിഫായ് ശേഖരിന്റെ കഴിക്കും. അങ്ങനെ ബന്ധപ്പെട്ടവർക്ക് കഴിക്കുമ്പോൾ അപ്പൊ ചിലർ കഴിക്കും ഈ എന്താ റിഫായ് ശേഖരിന്റെ കഴിക്കാറുണ്ട്, റിഫായ് ശേഖരനായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവില്ല, ശേഖരനായിട്ട് ബന്ധമുള്ളൂല, അങ്ങനെ കഴിക്കും. ഇപ്പൊ എന്റെ വാപ്പാന്റെ ഞാൻ കഴിക്കും, എന്റെ വാപ്പാന്റെ നീ കഴിക്കും, എന്റെ വാപ്പാന്റെ എന്ത് നീ കഴിച്ചു എന്ന് വെച്ചാൽ എന്റെ വാപ്പാനായിട്ട് എനിക്ക് ബന്ധം ഉണ്ടെങ്കിൽ യു കഴിക്കും, ബന്ധമില്ലാത്തതുകൊണ്ട് നീ കഴിക്കണില്ല. അത് പഴയ കാലത്തുള്ള ഒരു പതിവേനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിവസവും പിറ്റേ ദിവസമൊക്കെ വീട്ടിൽ കടന്നു ചെന്നു. അപ്പൊ അവിടെ ഉണ്ടായ അവസ്ഥനെ ആ ബീവിമാര് വിവരിക്കുന്നുണ്ടല്ലോ. ദഖല അലൈന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ദഖല അലയ്യ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വദാത ബുനിയബി, ഞാനും ഭർത്താവുമായിട്ട് വീട് കൂടി ഞങ്ങളെ ആദ്യത്തെ രാത്രിന്റെ പിറ്റേ ദിവസം റസൂൽ കടന്നു വന്നു. അപ്പൊ അവിടുത്തെ അവസ്ഥ വൈന്ദന ജാരിയാത്തുൻ യദ്രിബിന ബിദ്ദുഫി വയന്ദുബിന ബിമൻ ഖുതില ബിൻ അബൈഹി നബി ബദർന, ബദറിൽ കൊല ചെയ്യപ്പെട്ട അവരെ പിതാക്കന്മാരെ മാത്രം വിളിച്ചുകൊണ്ട് വളരെ വേദനയോട് കൂടിയാണ് അവര്. അപ്പൊ അവരെ പിതാക്കന്മാരെ വിളിച്ചു. അത് അവരോട് ബന്ധപ്പെട്ട മുനാസബാത്തിൽ അവര് ബന്ധപ്പെട്ട ആളുകളെ പ്രത്യേകം വിളിക്കുക, ഇതൊരു സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന ഒന്നാണ്. അപ്പോ ഈ മഹത്തുക്കളാവുന്ന ആളുകളോട് ബന്ധപ്പെട്ട ആളുകൾ അവരെ ബന്ധം അനുസരിച്ചൊക്കെ അവരെ ഓർമ്മകൾ പുതുക്കും. അയ്യാമില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തുക്കളാവുന്ന അമ്പിയാഗ് ഔലിയാഗ്, അല്ലെങ്കിൽ ശരീഅത്തിനോട് ബന്ധപ്പെട്ട ദീനിനോട് ബന്ധപ്പെട്ട പ്രത്യേകമാവുന്ന യൗമുകൾ, ആ യൗമുകളെ സംബന്ധിച്ചുള്ള ഒരു സ്മരണ അതിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കണം. അത് ആവശ്യമാവുന്ന ഘട്ടങ്ങളുണ്ട്. അത് ദീനിന്റെ ഒരു നിലനിൽപ്പിന് ആവശ്യമാണ്. അതോടുകൂടി മറ്റുള്ളവർക്ക് അവരുടെ ചരിത്രങ്ങളും അവരുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ കേട്ട് മനസ്സിലാകുമ്പോൾ അതിൽ നിന്നിട്ട് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാണ്ട് ജീവിതത്തിൽ പകർത്തപ്പെടേണ്ടതായ പല സ്വഭാവ ഗുണങ്ങളും, പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ആവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മഹത്തുക്കളാവുന്നതായ മശായിഖ് അയിമ്മത്ത് അവര് ജീവിച്ച ഒരു ജീവിത രീതി, അവരുടെ റൂട്ട്, അവർക്കുള്ള പ്രത്യേകമാവുന്നതായ അവരെ തഹ്ഖീഖാത്തുകൾ, അവരോട് ബന്ധപ്പെട്ട മറ്റ് പലതും, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആസ്വദിക്കുക, അത് പഠിക്കുക. അതിന് ഒരുപാട് ഖൈറുകളുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻഗാമികളാവുന്ന പല അമ്പിയാക്കന്മാരെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ അതിന്റെ ആവശ്യം? അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി അവരെ പരിചയപ്പെടുത്തിയില്ലെങ്കിലും അവരെ മനസ്സിലാക്കാനുള്ളതായ എല്ലാവിധ കഴിവുകളോട് കൂടിയാണ് റസൂലുള്ളാഹിനെ നിയോഗിക്കപ്പെടുന്നത്. അപ്പൊ മുൻഗാമികളാവുന്ന അമ്പിയാക്കന്മാരുടെ ചരിത്രം, അത് കഴിഞ്ഞുപോയ സംഭവങ്ങൾ ഖുർആനിൽ കൂടി ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അത് നബിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് നുബുവത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം അത് നബിന്റെ സംഭവ കഥകൾ, നൂഹ് നബിന്റെ അങ്ങനെ തുടങ്ങിയ സർവ്വ അമ്പിയാക്കന്മാരുടെയും സംഭവം, അവരുടെ ദഅവത്തിൽ അവര് അനുഭവിച്ച വേദനകൾ, യാതനകൾ, അവരുടെ ഓരോരുത്തരുടെയും ദഅവത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്, അവരെ സ്വഭാവ ഗുണങ്ങൾ എന്താണ്, ഇതൊക്കെ പല അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് റസൂൽ ആദം നബിന്റെ സ്വഭാവത്തിനെ പറ്റി, ആദം നബിന്റെ സൂറത്തിനെ പറ്റിയൊക്കെ റസൂൽ അന്നഹു നഖലത്തുൽ തിബാൽ നമ്മൾ ഓതിയതല്ലേ ഇതൊക്കെ. പിന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മുടിനെ പറ്റി, മൂപ്പരധാരനെ സംബന്ധിച്ച് ഈസ നബി അത് ഇപ്പോഴും ഞാൻ കാണണമാരുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. അങ്ങനെ സർവ്വ ഈസ നബിനെ മൂപ്പരൊരു തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ കുളിച്ചു വരണമായിരിക്കൊക്കെ ഉണ്ട്, മുഖത്തിന് നല്ല സൗരഭ്യമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഈ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞു. മൂപ്പര് ഓട്ടകത്തിന്റെ മൂക്കേറ് പിടിച്ച് നിൽക്കുന്നത് ഞാൻ കാണും. അപ്പൊ അതിന് ഒരു നുബുവത്ത് നൽകപ്പെട്ടാൽ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ആവശ്യമുള്ള സമയത്ത് അതിന്റെ ഓരോ നമ്പറുകൾ ഉണ്ട്, ആ നമ്പറുകൾ അടിച്ചാൽ ഓരോ നബിന്റെ ചരിത്രം കിട്ടും. അതിപ്പോ നബിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസകരമായ കാര്യമല്ല. ആ നിലക്ക് ശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവും അവയവങ്ങളും ഒക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അതുകൊണ്ടുള്ള റസൂൽ പറഞ്ഞത് കൽബ് ഉറങ്ങൂല എന്ന് പറയാൻ കാരണം എന്താ? കൽബ് ഉറങ്ങാൻ പറ്റൂല. സർവ്വസമയത്തും പുതുസായിട്ടുള്ള ആ ബന്ധത്തിലായിരിക്കും അവരെ കൊണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഖുർആനിൽ അങ്ങനെ പരിചയപ്പെടുത്തിയത്? അതൊരു പാഠാണ്. മുൻഗാമികളാവുന്ന ആളുകളെ, അവരെ ചരിത്രങ്ങളിൽ അത് പ്രത്യേകമായിട്ട്, അത് ദീൻ അവരൊക്കെ ഇവിടെ, ഈ ഇസ്ലാം ദീൻ അവരൊക്കെയാണല്ലോ ഇവിടെ അതിനു വേണ്ടി മുമ്പ് പ്രവർത്തിച്ചു പറ്റി. അപ്പൊ അവരെ ചരിത്ര സംഭവങ്ങൾ, അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പരിചയപ്പെടുത്തുക എന്നുള്ളത് ദീനിന്റെ വളർച്ചക്കത് ആവശ്യം. അപ്പൊ എന്നതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുൻഗാമികളാവുന്ന ഉസ്താദന്മാർ, അവരോട് ബന്ധപ്പെട്ട ചരിത്രങ്ങളും അവരുടെ ജീവിത രീതിയൊക്കെ
പിന്തുണക്കാർക്ക് തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ സത്യം അതിലുണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഇന്ന് അസത്യങ്ങൾ ഒരുപാട്, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരുപാട് കള്ളക്കഥകൾ അത് പ്രചരിപ്പിച്ചുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ പലരും സംസുൽമന്റെ ഒരുപാട് സ്മരണികൾ പലരും ഉണ്ട്. ചിലതൊക്കെ എഴുതുമ്പോൾ നമുക്ക് തോന്നും ആ എഴുതിനോന് വലുതാകാൻ വേണ്ടി എഴുതിയതാണ്. ചിലതിലൊക്കെ വളരെയധികം അവാസ്തവമാവുന്ന പലതും കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെ അവരെ സംബന്ധിച്ച് സംസുൽമനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നല്ല, ആരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ പണ്ഡിതന്മാർ എഴുതുമ്പോൾ ആ പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലുണ്ടാവും. ഈ പുള്ള് വന്ന് വിടാൻ പാടില്ല, കളവ് വരാൻ പാടില്ല, ഉള്ളതേനെ പറയാണ്ടല്ലോ ഇവരെ പറ്റിയൊക്കെ. കണ്ണിത്ത് ഉസ്താദാണെങ്കിലും ശംസുൽമയാണെങ്കിലും ഇവരൊക്കെ ആ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ജീവിച്ചു. അതാണല്ലോ ഏറ്റവും വലിയ ഒരു വലിയന്റെ കറാമത്ത്. അതാണ് അവർക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നുള്ളത്. അത് ഒരു അണിമണി തൂക്കം അവരിൽ നിന്നും പേച്ചിട്ടില്ല. ആ നിലക്ക് ജീവിച്ച ആ മഹാന്മാരോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയാണ്ടാവും. അത് അവരോട് ബന്ധപ്പെട്ട കുറെ അത്ഭുതങ്ങൾ പറഞ്ഞ് അവരെ വലുതാക്കേണ്ട ആവശ്യമില്ല. അത്ഭുതങ്ങൾ ഉണ്ടാവാം, അത്ഭുതങ്ങൾ പലർക്കും കാണിക്കാൻ കഴിയും, അവർക്ക് മാത്രമല്ല. അതിവിടെ ജ്യോത്സ്യന്മാര്, അത് കങ്കട്ട് വിദ്യ, പിന്നെ മാജിക്കേര്, പ്രത്യേക റിയാദ് നടത്തിയ ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെ ആകാശം കൂടെ പറക്കാൻ ഒരാൾ റിയാദ് നടത്തിയിട്ടുണ്ട്, അവനക്ക് കുറച്ച് പറക്കാൻ കഴിയും. മഹാനാവുന്ന ഇബ്നു അറബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ബ്രാഹ്മണൻ പറന്നു നടത്തി. അപ്പൊ ഇബ്നു അറബി തങ്ങളോട് പോകുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അതപ്പോ അവൻ പറന്നിക്കണം, ഇനിയിപ്പോ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പറക്കുക എന്നല്ലുള്ളൂ, എന്താ വ്യത്യാസം ഉണ്ടാവും? വ്യത്യാസം ഉണ്ടോളൂ എന്ന് പറഞ്ഞ് അവനെ എറിഞ്ഞ് മൂപ്പര് തള്ളിയിട്ട് കൊടുത്തു. മൂപ്പര് പറക്കുമ്പോൾ തള്ളിടാൻ കഴിഞ്ഞില്ല. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇലാഹിയായ പിന്നെ വസായിസുകളും ഇലാഹിയായ അതിന്റെ ആലാത്തുകളും ഇലാഹിയായ നിലക്കുള്ളതായ പൂവകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിനെ പിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയിട്ടു, അവരും ഇട്ടു, പലതും ഒക്കെ പിടിച്ചു വിഴുങ്ങിയില്ലേ. അതാണത്. അപ്പോ അത്ഭുതങ്ങൾ ഇങ്ങനെ ഇല്ലാത്തതും ഉള്ളതൊക്കെ ഉണ്ടാക്കി പറയാം. അതൊക്കെ ഇന്ന് ഇവിടെ പുറത്തിറങ്ങി ഒരുപാട് കള്ളന്മാരാവുന്ന തരീഖത്തിന്റെ മശായഖന്മാരെന്ന് പറഞ്ഞിട്ട് പലരുണ്ട്. അവർക്കൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഭൗതിക താല്പര്യങ്ങൾ മാത്രമാണ്. ഒരു ശരിയായ ഒരു വലിയന്റെ അല്ലെങ്കിൽ ഒരു തെർബിയത്തിനെ പറ്റുന്ന മുമ്പത്തെ പഴയ അയിമത്ത് പറഞ്ഞിട്ട് തെർബിയത്തിനൊക്കെ മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും മുറിഞ്ഞു പോകില്ല എന്നുള്ളതാണ് അതിന്റെ തഹ്ഖീഖെന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ശൈഖുന വളരെ ശക്തമായ നിലക്ക് പറയുന്നുണ്ട്, തെർബിയത്ത് മുറിഞ്ഞു പോകില്ല എന്നാണ് മൂപ്പര്. അത് വളരെയധികം സത്യമാണ്. മുറബിയാവുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, അത് ദീനിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പക്ഷേ ഇവിടെ പൊട്ടി മുളക്കണ എല്ലാം മുറബിയായ ശേഖന്മാരായിട്ട് ശേഖനിക്ക് വേണ്ടതായ അതിന്റെ കാണപ്പെടേണ്ട സ്വഭാവ ഗുണങ്ങളൊന്നും ഇല്ലാത്ത പല കള്ളന്മാരും അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ എന്താക്കുക, വശീകരിക്കുക, എന്നാലും ജനങ്ങളൊക്കെ മുന്നിൽ കൂടിക്കോളും എന്നുള്ളതാണ്. അത്ഭുതം കാണിച്ചുകൊണ്ട് അവൻ വലിയാണെന്ന് പറയാൻ പറ്റില്ല. അത് മുമ്പ് കല്ലായി പാലം മിണുങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും വിചാരിച്ചു കല്ലായി പാലം മിണുങ്ങിക്കണ. അപ്പോൾ നോക്കുന്ന ആളുകൾക്കൊക്കെ കല്ലായി പാലം മുഴുവൻ ഒരു ചങ്ങായി മിണിഞ്ഞു നിൽക്കണം. അവൻ മുകളിൽ ഒരു തീയണ്ട ഇത് തേങ്ങടാൻ കഴിഞ്ഞു. അവനെ ഇവൻ കണ്ടിട്ടില്ല, അവന്റെ കണ്ണ് ഇവൻ കെട്ടിയിട്ടില്ല. കണ്ണിട്ടാന്നാണ് ഇതിന് പറയുന്നത് തന്നെ. അതായത് അവന്റെ കണ്ണിൽ വേറെന്തോ തോന്നിപ്പിക്കാം. അപ്പൊ അവൻ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കല്ലായി പാലം മിണിങ്ങിയിട്ടില്ല കേട്ടോ, അതിന്റെ ഒരു തെല്ല് കടിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ഇവൻ മേപ്പെട്ട് നോക്കുന്നത്. ഈ അവിടെ മുന്നിൽ നിന്നില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ കണ്ടില്ല, എനിക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഓന് തെങ്ങിന്റെ ഒപ്പം വെള്ളമാക്കി കാണിച്ചു. അപ്പൊ ഈ തീയനോട് ഇനിന്തിനപ്പൊ തളപ്പൊന്നും ആവശ്യമില്ല, അതൊക്കെ ഇട്ട് വെള്ളത്തിലാണ് നീന്തി കുളിച്ചാൽ അത് വിചാരിച്ചവൻ ചാടിയത് തൊട്ടാൽ നല്ല ഭൂമിക്കാണ്, കയ്യും കാലും ഒക്കെ മുറിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പറയും. അപ്പൊ അതാണ് അങ്ങനെ കാണിക്കുമ്പോൾ ഒരു അത്ഭുതമാണെന്ന് എല്ലാവരും വിചാരിക്കും. ഇത് വിഴുങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, അതിന്റെ തല കടിച്ചതാണ് ഈ കാര്യം നമുക്ക് വിഴുങ്ങിയെന്ന് തോന്നും ചെയ്യാം. അപ്പൊ അങ്ങനെ പലതും പലർക്കും കാണിക്കാൻ കഴിയും. ഇബ്നു സയ്യാദ് പലതും കാണിച്ചു എന്ന് പറഞ്ഞില്ലേ, പലതും പറഞ്ഞു എന്ന് പറഞ്ഞു. റസൂല ചോദിച്ചു, റസൂല അവസാനം അവനോട് പറഞ്ഞത് അത് കൊല്ലി താലീക്കൽ അമ്രൂന്നല്ലേ. അപ്പൊ അതങ്ങനെയാണ്. അത് അങ്ങനെ സത്യവും അസത്യമൊക്കെ ഉണ്ടാവാം. അവര് അത്ഭുതങ്ങളാവുന്ന പലതും കാണിക്കും. അത്ഭുതം കാണിക്കുക എന്നുള്ളതല്ല വിലായത്തിന്റെ മാനദണ്ഡം. അപ്പൊ ഇവര് ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദും ഷേഖുന ശംസുലമയൊക്കെ വലിയ കണ്ണീർ ഉസ്താദ് ഏറ്റവും ചെറിയ ഉസ്താദിയത്തൊക്കെ ഉണ്ട് ഷേഖുന ശംസുലമൊക്കെ. അതൊരു സത്യമാണ്. കണ്ണിത്ത് ഉസ്താദ് നമുക്കറിയാം. അവര് എല്ലാവരും കണ്ണിത്ത് ഉസ്താദിന്റെ ആ പാണ്ഡിത്യം, മൂപ്പരൊരു നല്ല മനുഷ്യനാണെന്നൊക്കെ പറയും. ഒരു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണ്. പക്ഷെ ചിലവര് ധരിച്ചു വെച്ചിട്ടുണ്ട് ഈ വലിയ എന്നൊക്കെ പറഞ്ഞാല് അത് ഇങ്ങനത്തെ ഈ പണിയൊന്നും കിതാബ് ഓതി കൊടുക്കാത്ത ആൾക്കാരാണ്. കിതാബ് ഓതി കൊടുക്കുന്ന ആളുകളൊന്നല്ല.
അത് എവിടെയെങ്കിലും വല്ല പൊതിയും പോച്ചിരിക്കുന്ന ആളുകളാണ് എന്ന് വിചാരിച്ചു വെച്ചതുകൊണ്ട് ഞമ്മക്കും തന്നെ കണ്ണീത്ത് ഉസ്താദിനെ പറ്റി ഒരു വലിയ കണ്ണീത്ത് ഉസ്താദ് വലിയ അല്ലാത്ത വളരെ പറ്റി നല്ല മനുഷ്യന്മാരാണ് കാരണം വലിയ ഒന്നാവില്ല. എന്നിട്ട് നമ്മൾ വലിയ 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 എന്നിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും പറയണം. വൽക്കൊക്കെ ചിറ്റിട്ട പാലിക്ക് വലിയ എന്ന് പറയും, അതിന്റെ അടിയിൽ പോകാന്റെ പേര് പറയും, എന്റെ പുറത്ത് വലിയ എന്ന് പറയും. പിന്നെ അങ്ങനെയാണ് അത്. യഥാർത്ഥത്തിൽ അതൊന്നും വലിയ എന്നൊന്നും പറയാൻ പറ്റിയ ആളുകളല്ല അതൊന്നും. കുറെ സലാഹിയത്തൊക്കെ ഉള്ള ആളുകളായിരിക്കും. യഥാർത്ഥത്തിൽ വലിയ എന്ന് പറയാൻ പറ്റിയ ആളാണ് കണ്ണീത്ത് ഉസ്താദ്. ഒരു വിലായത്തിന്റെ വത്തഖുല്ലാഹ് ഇൽമു വരണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി അതിന് വേണ്ടത് എന്താണ്? തഖ്വ. മഹാനാവുന്ന മഹ്ദി ശൈഖ് തങ്ങൾ പറഞ്ഞല്ലോ, മനുഷ്യരെ നാലാക്കി മുമ്പ് തിരിച്ചു. അതിന് ഒരു വിഭാഗത്തിനെ പറ്റി, ഒരു വിഭാഗം എന്ന് പറഞ്ഞതിനെ പറ്റി പറഞ്ഞത് അവന് കൽബുമില്ല, അവർക്ക് നാവുമില്ല. അത് ദോഷികളാവുന്ന അന്നത്തെ ആളുകളെ പറ്റിയാണ്. അവരെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിലും ആ ഈമാന്റെ പൂർണ്ണമായ നിലക്കുള്ള ഒരു പ്രകാശം അസരീബാനൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അതോടുകൂടെ മാസിയത്ത് ഉണ്ടാവും, നല്ലതായ ഒരു വർത്താനം അവനുണ്ടാവില്ല. ചില ആളുകൾ ലഹു ലിസാനുൻ വലൈസ ലഹു ഖൽബ്, അതാണ് ഇന്നത്തെ അധിക പ്രസംഗങ്ങൾ. അവരെ പറ്റിയൊക്കെയാണ് അവൻ ചെന്നായിയെ പോലെയാണ്, അവൻ വസ്ത്രട്ട ചെന്നായിയെ പോലെയാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയാൻ കാരണം അവനെ സംബന്ധിച്ച് വളരെ മോശമായ നിലക്ക് ബഹുമാനപ്പെട്ടവർ അവരുടെ കാരണം ഭയങ്കര ഘോരം പലരും പ്രസംഗിക്കും. അവരുടെ പ്രസംഗത്തിലേക്ക് എല്ലാവരും ആകർഷിക്കും. പക്ഷെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവസ്ഥ വളരെ മോശമായി. ഈ പ്രസംഗത്തിന്റെ എതിരൊക്കെ ഓൻ ചെയ്യും. അതാണ്, അതൊരു വിഭാഗമാണ്. അത് വളരെ മോശമാണ്. ഉലമാഉ സൂഖ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരാണ്. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളൊന്നും പെടുത്താതിരിക്കട്ടെ. ഞാൻ എഴുതുന്നില്ല. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ലഹു ഖൽബുൻ വലൈസ ലഹു ലിസാൻ. അല്ലാഹുവിന്റെ അംബിയാ സൂഫിയാക്കളാവുന്ന മഹാന്മാരാവുന്ന ഇമ്മത്തിലെ മശായിഖന്മാരെ പറ്റിയാണ് ആ പറഞ്ഞത്. പിന്നുള്ള ഒരു വിഭാഗം ലഹു ഖൽബുൻ വ ലിസാനും, ഖൽബും ഉണ്ടാവും ലിസാനും ഉണ്ടാവും. അതാണ് ഉഖ്റവിയായ അലിമികൾ. അങ്ങനത്തെ ഉഖ്റവിയായ അലിമികളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവരെ തന്നെ വിശേഷിപ്പിച്ചത് എന്താ? ലാ മൻസിലത ഫൗക മൻസിലതിഹി ഇല്ല നുബുവ. ഇവന്റെ ഈ പണ്ഡിതന്റെ മൻസിലിന്റെ മേലെ, ഈ പാണ്ഡിത്യത്തിന്റെ ആവുന്ന ഈ മൻസിലിന്റെ മേലെ വേറൊരു മൻസിൽ ഇവന് സ്ഥാനമില്ല. ഇല്ല നുബുവത്തല്ലാതെ. ആ കൂട്ടത്തിൽപ്പെട്ട ജഅലഹുല്ലാഹു ബദലൻ ലിറുസുലിഹി വ അംബിയാഇഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അംബിയാക്കന്മാർക്കും മുർസലീങ്ങൾക്കൊക്കെ പകരക്കാരായിട്ട് നിശ്ചയിച്ചവരാണ് അവർ. വജഅലഹും നദീറൻ വ ബസ്വദാഇയൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യാനും അവർക്ക് വന്നു പോകുന്നതായ അബദ്ധങ്ങളെ തൊട്ട് അവരെ തടുക്കാനും ഒക്കെ അള്ളാഹു നിശ്ചയിച്ച ആളുകളാണ്. അതായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ മൈക്ക്. കണ്ണീത്ത് ഉസ്താദ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിശുദ്ധിയാണ് മൂപ്പര്, എല്ലാ മേഖലയിലും വിശുദ്ധി. ഞാൻ എപ്പോഴും പറയലുണ്ട്, എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അൽഫിഹുദിന കാലത്ത് ഞങ്ങളൊരു 3-4 ആളുകൾ മൂപ്പരെ കാണാൻ പോയി കണ്ണീത്ത് ഉസ്താദ്. അന്ന് അൽഫി ഞങ്ങൾ പിന്നെ ഇഷാറത്തുൽ ഇസ്മിന്റെ ബാബ ആണ് തോന്നുന്നത്. അതിന്റെ അപ്പുറം എന്തായാലും അതൊക്കെ അടുത്ത് ഓതിയിട്ടുള്ളൂ ഏതായാലും. അപ്പൊ മൂപ്പര് ഞങ്ങളെ 3-4 ആളെയും വിളിച്ചു. ഞങ്ങളോട് ഇങ്ങനെ അൽഫിയിൽ ഞാൻ നിങ്ങളോട് ഒരു 3 ചോദ്യം ചോദിക്കുന്നതാണ്. ആ 3 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞാൽ ഞാനൊരു സമ്മാനം തരുന്നു. അപ്പോ ഞങ്ങൾ 4 ആളും ഉണ്ട്. ഞങ്ങളിൽ നിന്ന് ചോദിച്ചു. അതിനൊരു ചോദ്യം പിന്നെ ഇഷാറത്തിന്റെ ഇസ്മുവിന്റെ ബാബു ഓതിയെന്ന് ചോദിച്ചു. ഓതി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അവിടെ തന്നെ ഫദാലിക്കുല്ലതിയിലും സുന്നനി ഫീഹി എന്ന് പറഞ്ഞോട് ഫദാലിക്കുല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ആ യൂസുഫ് നബി എന്ന് പറഞ്ഞു. ഞങ്ങളല്ല, എല്ലാവരും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല, മറ്റവരൊന്നും പറഞ്ഞില്ല. ഞാൻ മറ്റവര് പറഞ്ഞ കാത്തു, എനിക്കവിടെ ഓർമ്മ ഉണ്ട് നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനവിടെ മിണ്ടാതിരുന്നു, അവര് പറയട്ടെ. അവസാനം എന്തിനെ കുഞ്ഞാന്ന് പറഞ്ഞു എന്ന് വെച്ചു. ഫദാലിക്കാന്ന് പറഞ്ഞാൽ പോലെ ആ യൂസുഫ് നബിയാണ് ഈ കുഞ്ഞാന്ന് എന്തിനെ പറഞ്ഞു. അതാണ് ഒരു ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇഷാറത്തിന്റെ ഇസ്മിനെ മുഹന്നസും മുദക്കറോകൾ മുഖാത്തബിലേക്ക് നോക്കിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് അത് പറഞ്ഞതിന് ശേഷം പിന്നെ 2 ചെറിയ ചോദ്യങ്ങളും ചോദിച്ചതിന് ശേഷം ഇനി ഞാൻ സമ്മാനം കൊടുക്കാൻ പോകണം തങ്ങൾക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ തലി കൈയ്യച്ച് പറഞ്ഞു ബാറക്കല്ലാഹു ഫീ ഇൽമിക എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ആയിരിക്കും ഇൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ട് മൂപ്പര് ദ്വാരത്തിന്റെ ഒരു ഫലമായിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ വലിയ മനുഷ്യരാണ് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞത്. അവര് പിന്നെ ഒരു ഖറാഅത്തും ഖിലാഫുൽ ഔലി ഒന്നും ചെയ്യാതെ ഇവിടെ കോളേജിൽ തന്നെ ഞാൻ മൂപ്പര് ഇങ്ങോട്ട് കോളേജിൽ വരുന്നതിന് മുമ്പത്തെ കൊല്ലാണ്. ഞാൻ പിന്നെ മൂപ്പരെടുത്ത് ഒരു മാസത്തോളം മൂപ്പര് ഇവിടെ കുറ്റിയാടി അടുത്ത് ഉമ്മത്തൂരുണ്ടാവുമ്പോ ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് മൂപ്പരോട് മഹല്ലിന്റെ ഇജാസത്തൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അപ്പൊ മൂപ്പര് ഇവിടുന്ന് പോയ കൊല്ലം
പിന്നെ അപ്പൊ മൂപ്പര് ഒരു എന്ന് പറഞ്ഞാൽ ഒരു കറാഹത്ത് എന്നല്ല, ഇവിടെ കോളേജിൽ തന്നെ കുട്ടികളൊക്കെ പറയുന്നുണ്ട് അന്ന് പഠിച്ചിരുന്ന ആളുകൾ. പിന്നെ മൂപ്പര് ക്ലാസ് ചെയ്യുന്നു. അലിസാവ് പിന്നെ ഉത്സാഹം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇല്ലേ? അനിസാറില്ല നിങ്ങൾ പഠിച്ചേ കണ്ടിട്ടില്ലേ? ഇല്ല. അതെ, അനിസാവ് പോയിന്റെ ശേഷമാണ് അതിന് മുമ്പ് അലിസാവ് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് മുമ്പാ? അപ്പൊ പിന്നെ നിങ്ങൾ അതിന്റെ ശേഷം അപ്പൊ പിന്നെ അവർക്ക് അനുഭവമാണ്. ക്ലാസ്സിൽ കടന്നു വരുമ്പോൾ ഒരിക്കലും വലത്തേ കാല് വെക്കാതെ ഇടത്തേ കാല് വെച്ചു. അപ്പൊ പിന്നിക്കാൻ അങ്ങോട്ട് പോയി. എന്നിട്ട് വലത്തേ കാല് വെച്ച് കടന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിച്ചു പോയി മക്കളെ, ഞാൻ വലത്തേ കാലാണ് വെക്കേണ്ടത്, ഞാൻ ഇടത്തേ കാലിൽ ആദ്യം വെച്ചുപോയി എന്ന് പറയും. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ അതാണ് ശരീരത്തിന്റെ ആ മുക്തതനുസരിച്ച് പഠിച്ചതുപോലെ അമൽ ചെയ്ത് ജീവിക്കുക. കറാഹത്തും ഖിലാഫും ഞങ്ങൾ മുമ്പ് ഞാനിപ്പോ അവിടുന്ന് പ്രസംഗിച്ചിട്ടുള്ളൂ ഈ ഒരു സംഭവം. പിന്നെ പാലക്കാട് വെച്ചിട്ട് കോട്ടൂപ്പാടത്ത് ഞങ്ങൾ മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ തിരൂർ താലൂക്ക് സമ്മേളനം ഉണ്ടായി. അന്ന് ഞാനും ഒക്കെ ഒരു 10, 17, 18 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ്. 17 ഒക്കെ ഉണ്ടാവുള്ളൂ എനിക്ക്. അന്ന് നമ്മള് പിന്നെ നമ്മൾക്കൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ട്. ഇപ്പത്തെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് 2 അറഫ് ആദ്യത്തു നിന്ന് കളഞ്ഞാൽ പിന്നെ ഉണ്ടാവണത്. ഞാൻ അതിന്റെ പേരൊന്നും പറഞ്ഞു പേര് പറയണ്ടല്ലോ. അപ്പൊ അതായിരുന്നു ആ വിദ്യാർത്ഥി സംഘടന. അപ്പൊ അന്ന് ഞാന് പിന്നെ നേരത്തെ മുസ്തഫൈസി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മുസ്തഫൈസിനെ ചൂണ്ടി പറഞ്ഞു. മുസ്തഫൈസി പിന്നെ അതിന്റെ തിരൂർ താലൂക്കിന്റെ സെക്രട്ടറി, ഞാൻ പ്രസിഡന്റ് വഹിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് ഈ വേങ്ങരയും ഞങ്ങളെ തിരുരങ്ങാടിയും ഒക്കെ തിരൂർ താലൂക്കിൽ നടന്നുള്ളത്. ഇപ്പൊ തിരുരങ്ങാടി താലൂക്ക് വേറെയായി. അപ്പൊ മൂപ്പരെ കണ്ണിയത്ത് ഉസ്താദും ഷെയ്ഖുനയും 2 ആളും വന്നിട്ടുണ്ട്. പിന്നെ കണ്ണിയത്ത് ഉസ്താദിനെ ചെറുതാക്കിയോണ്ടല്ല ഷെയ്ഖുനാനെ പറ്റി ഷെയ്ഖുനാന്ന് പറയേണ്ടത്, അത് പിന്നെ 2 ആളും വലിയ ആളുകൾ തന്നെയാണ്. പിന്നെ അപ്പൊ അത് ഓരോരുത്തർ ഷെയ്ഖുനാന്ന് ഒരാളുകൾ നമ്മൾ വിളിക്കലുണ്ടല്ലോ. അപ്പൊ സക്കീർ സാഹിബ് ഞങ്ങൾക്ക് ഒരുപാട് ഉസ്താദന്മാരുണ്ടല്ലോ. മൂപ്പര് ഷെയ്ഖുനാന്ന് പറയല് എന്ന് പറഞ്ഞമാർക്ക് ഇബ്നു ഹജർ തങ്ങൾ ഷെയ്ഖുനാന്ന് പറയല്. അതൊക്കെ പലരും അവര് ഇഷ്ടപ്പെടുന്ന ചില ആൾ അവരെ പറ്റി ഷെയ്ഖുനാന്ന് പറയുന്നത് അതൊരു പ്രയോഗമാണ്. അപ്പൊ ഞാൻ അതിനെ പറ്റി ഇപ്പൊ പറഞ്ഞില്ല അതിന്റെ വിശദീകരണം. അപ്പൊ അന്ന് ഭയങ്കര ഒരു പള്ളിന്റെ ചെരുവിൽ വന്നിരിക്കുക 2 ആളും. ഇന്നത്തെ പോലെ മുസാമാരൊക്കെ ഗസ്റ്റ് ഹൗസിലോ മറ്റു വലിയ ഇന്റർനാഷണൽ ഹോട്ടലിലൊന്നും കൊണ്ടാകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അതിലൊന്നും അത്ര താല്പര്യം ഇല്ലാത്തവരുമാണ്. അപ്പൊ പള്ളിയിൽ എവിടെയെങ്കിലും ഇരിക്കലാണ്. അപ്പൊ ആ പള്ളിന്റെ പടിഞ്ഞാറ് ചെരുവിൽ 2 ആളും വന്നിരിക്കുമ്പോൾ പിന്നെ അവിടെ ഷെയ്ഖുന പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദിനോട് നിങ്ങൾ പിന്നെ അവിടുന്ന് സ്പീക്കറിനെ പറ്റി പറയണം എന്ന്. കാരണം അവിടെ സ്പീക്കറിൽ കുത്തുബോധിയാ സഹിയാവൂല, പിന്നെ നിസ്കരിച്ചാൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. ഏതാ കേക്കും ഇതൊക്കെ പിന്നെ അവിടെ ഉള്ളവർ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ അവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് മറുപടി ആയിട്ട് പറയണം എന്ന്. അപ്പൊ തുടങ്ങി കണ്ണിയത്ത് ഉസ്താദ് പ്രസംഗം സ്പീക്കറിനെ പറ്റി പറയാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മൂപ്പരോട്. മൂപ്പർക്ക് അത് മനസ്സിലാകാത്തോണ്ടല്ല, മൂപ്പരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് സ്പീക്കറിനെ പറ്റി മൂപ്പരെ പറഞ്ഞോട്ടെ തന്നെ. മൂപ്പരത് ഇപ്പൊ തന്നെ പ്രസംഗിക്കാന്നാണ്. അതിനങ്ങനെ ഒരു ഹാലാണ് ചിലപ്പെട്ടോ. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിന് ചിലപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ മൂപ്പര് അപ്പൊ പ്രസംഗം തുടങ്ങി. കുറെ മൂല്യന്മാരോട് ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ കുറെ കുട്ടികളുണ്ട്. അപ്പോ നമ്മളൊക്കെ ആ സംഘടനയുടെ ആളുകളായതുകൊണ്ട് അന്ന് അതിന്റെ ഇങ്ങനെ പ്രവർത്തിക്കാനൊക്കെ ഉണ്ടായി. അപ്പൊ മൂപ്പര് പിന്നെ പ്രസംഗത്തിനടിയിൽ ഇങ്ങനെ ഇപ്പൊ ഞാനിപ്പോഴും ഓർക്കുകയാണ്. മൂപ്പര് പറഞ്ഞു, ഇനിയിപ്പോ ഈ സ്പീക്കർ കൂടി കേൾക്കുന്നത് സഭയാണെന്ന് വെക്കുക, എന്നാൽ തന്നെ ഈ സ്പീക്കറിൽ പറ്റൂല എന്ന് പറഞ്ഞ ഇവൻ അവിടെ ഓതി ഏറ്റെടുത്ത് മാട്ടൂര് പള്ളിക്കന്ന് ഞാൻ കുത്തുപോകുമ്പോൾ പിന്നെ സഖഫിന് പോയി കണ്ടിട്ട് എന്റെ ശബ്ദം അടിച്ചിട്ട് പിന്നെ വന്നതാണ് ശബ്ദമാണ് ഓൻ കേട്ടിക്കുന്നത്. അവിടെ നിന്ന് അവന്റെ ജുമായ സയ്യൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ മൂപ്പർക്ക് തുപ്പാൻ വന്നപ്പോ എനിക്ക് തുപ്പണോടോ ഒരാൾ വന്ന് ജനാല തുറന്നുകൊണ്ടാന്ന്. അപ്പൊ ഒരു കുട്ടി പടിഞ്ഞാറ് ഭാഗത്ത് ജനാല തുറന്നു കൊടുത്തു. അവിടെ ഇങ്ങനെ വന്ന് കയ്യും പിടിച്ചിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഇത് നമ്മളൊക്കെ നേരെ കേട്ടതാ. ഓൻ്റെ ഇടയ്യ് പിന്നെ ഈ ഇവരുടെ ഭാഗത്തേക്ക് തുപ്പിക്കണ്ടില്ലേ, എന്നാ അള്ളാഹ് ഇന്ന് സമ്മതിച്ചൂലട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇഫ്ള് ചെയ്യും. എനിക്ക് മനസ്സിലായി ഇത് ഇവരുടെ ഭാഗമാണ്. ഇവിടെ വാന്ന് പറഞ്ഞു. ഓനെ ഒരു അടി കൊടുത്തു. അപ്പൊ അവൻ വേഗം ഓടി വന്നതിന്റെ ഒരു സമ്മാനം അവനും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇത് നല്ലൊരു സമ്മാനം തന്നെയാണ്. കണ്ണിയത്ത് ഉസ്താദിനോട് ഒരു അടി കിട്ടിയെന്ന് പറയാലോ അവനക്ക്. മറ്റേ മൂപ്പര് പറഞ്ഞില്ല, റസൂലുള്ളാഹിന്റെ തൊള്ളയിൽ തുപ്പി തന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ തുപ്പല വിവാദമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനേക്കൊക്കെ നമ്മള് പിന്നെന്താക്കണ്ട, അതൊക്കെ അത് അറിയിക്കണം, അവജ്ഞയോടുകൂടി തള്ളിയാൽ മതി. അപ്പോ കണ്ണിയത്ത് ഉസ്താദിലേക്ക് ഒരു അടി അവന് കിട്ടി. പിന്നെ അങ്ങനെ മൂപ്പര് പിന്നെ അങ്ങോട്ട് സൈഡ് പോയിട്ടാ ഒരു ഭാഗത്തേക്ക് പോയിട്ടാ മൂപ്പര് തുപ്പിയത്. അപ്പൊ അങ്ങനത്തെ സംഗതിയിൽ വരെ മൂപ്പരെ പഴയ ശിഷ്യന്മാരിൽ പെട്ട ഒരാള് എന്നോട് പറഞ്ഞു, ഒരിക്കൽ മൂപ്പര് ഉസ്താദന്മാരെ കാണാൻ നമ്മൾ ചെല്ലുമല്ലോ വീട്ടില്. അപ്പൊ മൂപ്പരെ ശിഷ്യൻ മൂപ്പരെ കാണാൻ ചെന്നു. രാത്രി വന്നപ്പോ ഇവിടെ ചോറൊക്കെ ഇവിടെ പിന്നെ ഞാനിവിടെ വെച്ച് റെഡിയാണല്ലോ. എനിക്ക് ചോറൊന്നും വേണ്ട, അത് പറ്റൂല, വിരുന്നേരനാണ്, എനിക്ക് ചോറൊക്കെ വേണമെന്ന് പറഞ്ഞ്
ചോറൊക്കെ കൊടുത്തതിന് ശേഷം മൂപ്പര് കിടക്കണ അന്ന് ഒരു പെരിയിലൊക്കെ ഒരു കിടക്കേ ഉണ്ടാവുള്ളൂ, ഒരു ബെഡ്. ഇപ്പൊ നമ്മളിപ്പത്തെ മാതിരിക്ക് എല്ലാ റൂമിലും ബെഡ് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ മൂപ്പര് കിടക്കണ ഒരു ഉന്നത്തിന്റെ കിടക്കണ്ടല്ല, ആ കിടക്ക മൂപ്പര് തലയിൽ ഏറ്റി കൊടുത്തുകാണ്ട് മൂപ്പരെ പെരന്റെ പൂമുഖത്ത് അവിടെ മുറ്റത്ത് അങ്ങനെ ഒരു ചെറിയ ഒരു പൂമുഖം മാതിരിയാണുള്ളത്, ഒരു 4 ചെറിയ ഒരു ചേറ്റാമ്പടിയൊക്കെ ആയിട്ട് അവിടെ ഒരു കട്ടുമ്പ കൊടുത്തിട്ട് ആ കട്ടുമ്പ കൊടുത്തിട്ട് ഇയാൾ അറിയില്ല ഉസ്താദ് കിടക്കണത് എന്നുള്ളത്. അതങ്ങനെയാണെങ്കിൽ അയാൾ കിടക്കൂലല്ലോ. അങ്ങനെ വിരുന്നേരനെ സൽക്കരിച്ച് മൂപ്പരെ കൈവനൊക്കെ വിരിച്ചു കൊടുത്തിയ ശേഷം മൂപ്പരെ മകൻ കുഞ്ഞുമോനെ വിളിച്ചു എന്നാണ്. കുഞ്ഞുമോനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇയ്യ് എന്റെ ഭാര്യനോട് പോയി പറഞ്ഞാള് ഇന്ന് ഞാൻ ഓളൊപ്പം കിടക്കാൻ ഇയ്യ് ഉണ്ടാവൂലെന്ന്. ഇവിടെ വിരുന്നേരം വന്നിട്ടുണ്ട്, എനിക്കിപ്പോ ഈ വയസ്സുകാലത്ത് പോകാൻ ഈനാസാക്കി കൊടുക്കാൻ കഴിയൂല. അവനോട് പറഞ്ഞത് അപ്പൊ വിരുന്നേരനൊന്ന് തമാശയൊക്കെ പറഞ്ഞു സന്തോഷിപ്പിക്കണല്ലോ. അതുകൊണ്ട് ഈ ഓനോട് പോയി കാണുന്ന അയാൾ വർത്താനം പറഞ്ഞു, ഓന്റെ അവിടെ എടുത്തു പോയി നിന്നോ കുറച്ചു നേരം. ഓന്റെ അവിടെ ചേറ്റമ്പടിമേൽ അവിടെ എവിടെയും കിടന്നും ചെയ്തോ. എന്റെ ഭാര്യനോട് ഓളപ്പം ഇന്ന് കിടക്കാണ്ടാവില്ല എന്ന് പറഞ്ഞേക്കുന്നതാണ്. ഇത്രമാത്രം ഇങ്ങനത്തെ സംഗതികൾ വരെ ശ്രദ്ധിക്കണ തലയിൽ കൊടുത്തിട്ട് നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. നമ്മൾ ഉസ്താമാരെ പോയി ചെല്ലുമ്പോൾ നമ്മൾക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടാവും. അത് അപ്പൊ ഞാൻ ഒരു ദിവസം തന്നെ ദന്തി പഠിപ്പിക്കുന്ന കുറച്ച് അവിടുന്ന് പഠിച്ചു പോയ കുറച്ച് ദാരിമയാണ് വീട്ടിലൊന്നും. അപ്പൊ അവർക്ക് ഇതിലൊന്നും വെള്ളമില്ല, എന്തില്ലേറ്റ് ഒരാൾക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവനോട് അവിടെ കിണറ്റിക്ക് പോയി കോരിക്കോന്ന് പറഞ്ഞാൽ ഓൻ പോയി കോരാത്തോണ്ടല്ല, ഞാൻ വല്ല അവനറിയാതെ ഞാൻ തന്നെ പോയി കോരിക്കാണ്ട് എന്നെ ഉള്ളിൽ കൂടി കൊടുത്തു. ഇവര് പിന്നെ ഇത് അറിഞ്ഞു തന്നെ പോയി ഇവൻ പിന്നെ എന്നോട് തമാശ ഒക്കെ പറയുന്ന കുട്ടികളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ നമ്മളത് അറിഞ്ഞിക്കാണ് ഈ കോരി കൊടുത്തുകൊണ്ട് വെള്ളം കൊടുത്തതാണ്. അങ്ങനെയാണ് ഉസ്താദന്മാര് അങ്ങനെ പലരും ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ മൂപ്പര് അന്നേൽക്കുള്ളൊരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ മേഖലയിലും എല്ലാ ആദാബുകളും പൂർണ്ണമായി ശ്രദ്ധിച്ചു ജീവിച്ച ഒരു വലിയ മനുഷ്യൻ. ഒരു ഒറ്റ ദർസവും മുടക്കാതെ, ദർസമൊക്കെ മുടക്കുക എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര വിഷമാണ്. പിന്നെ എന്റെ വാപ്പയൊക്കെ പറയും, സമസ്തന്റെ തമ്മയാണ് കക്കാട് വെച്ച് നടന്നപ്പോൾ അവിടെ ഞങ്ങളെ കക്കാട് ജിഫിയ ഞങ്ങൾക്കൊരു ഞങ്ങളെ തറവാട് വീടല്ല എങ്കിലും ആ വീട്ടിൽ നിന്ന് അന്ന് കണ്ണിയത്ത് ഉസ്താദ് വിശ്രമിച്ച് ഇന്ത്യ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് ഒസാമാർക്കൊക്കെ. അപ്പൊ അന്ന് പറഞ്ഞു, നേരം കുറച്ചുകൊണ്ട് വൈകിയപ്പോ മൂപ്പര് രോഷാകുലനായി എന്ന് പറഞ്ഞു, എനിക്കിവിടെ അധികം ഇരിക്കാൻ പറ്റൂല, ഞാൻ കുഴപ്പക്കാര് ശമ്പളം തന്നിട്ട് ദാറുൽ ദർശനത്തിന് ആളാണ്, എന്നെ വേഗം എന്താക്കണം ഇപ്പൊ കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും പുള്ളിയൊക്കെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ മൂപ്പരെല്ലാവരും കൂടി വേഗം എന്താക്കി അയക്കാട്ട് എത്തിച്ചു കൊടുത്തു. ആ നിലക്ക് അല്ലെങ്കിൽ എനിക്ക് ശമ്പളം അറിയാലാവൂല അങ്ങനെ എങ്ങനെ പറഞ്ഞ് ഭയങ്കര ശബ്ദ കോലാഹലങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറഞ്ഞത്. മൂപ്പർക്ക് മുത്തുപേട്ട ഇവിടെ ഏറുവാടി അല്ലാത്ത വേറെ സ്ഥലം ഉണ്ടല്ലോ, അല്ല ഒരു വാപ്പസൊക്കെ ചെയ്യില്ല മുത്തുപേട്ടൻ തന്നെ, ഏറുവാടിയല്ല മുത്തുപേട്ടുണ്ട്. അവിടെ മൂപ്പര് ഇവിടെ ഒരു ചെറിയൊരു മാംസകഷ്ണം ഈ ഇതിന്റെ ഉള്ളില്. അപ്പൊ മൂപ്പരോട് എല്ലാവരും കൂടി അവിടെ സിയാറത്തിന് പോകാൻ പറയും. മൂപ്പര് എനിക്ക് അതിനൊന്നും ആവില്ലാന്ന് പറഞ്ഞു, അവിടെ ഇവിടെ സിയാറത്തിന് പോകാനൊന്നും. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് മുത്തുപേട്ടൊക്കെ കൊണ്ടുപോയിന്ന് പറയും. അവിടെ മുത്തുപേട്ട പോയി സിയാറത്തിന് ഒന്ന് 1-2 ദിവസം അവിടെ ഒരു സെറ്റ് അവിടെ കിടന്നില്ല. എന്നിട്ടൊന്നും ഇത് കണ്ട് പോരുന്നില്ല, മൂക്കുന്നത് പോരണല്ലോ. അപ്പൊ മൂപ്പർക്കെല്ലാം കൂടി ഹാരടി എന്താ ഇവിടെ ഒന്നും ഞാൻ മൂക്കുന്നത് പോരുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു നിൽക്കുന്നു. അവസാനം അവിടെ ഒതുണ്ടാക്കാൻ പോയി. അവിടുത്തെ മൂപ്പര് മുത്തുപേട്ട അവിടെ മക്കാമങ്ങ് ചെന്ന് പറഞ്ഞുതരാം, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നാൽ ഇതൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഇത് ഓപ്പസ് ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിയൊന്നും ഒരു വിശ്വാസം ഇപ്പൊ എനിക്കില്ല. ഇതിവിടെ ഞാൻ വന്നു നിന്നിട്ട് എത്ര ദിവസമായി, ഇത് ഇവിടുന്ന് കളഞ്ഞോന്ന് വെച്ച് ഞാൻ പോവുകയാണ്, എന്റെ ദർശമൊക്കെ മുടക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഏതായാലും അവിടുന്ന് അടുത്ത നിസ്കാരത്തിന് ഒന്നുണ്ടാക്കാൻ വേണ്ടി പുറത്തു പോയതായിരുന്നു. ഒന്നുണ്ടാക്കാൻ വേണ്ടി മൂക്കില് വെള്ളം കഴിച്ചിട്ട് ഇത്തുമ്പോൾ ഇങ്ങോട്ട് തുമ്പിപ്പത്ത് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ അത്ര നിഷ്കളങ്കരാകുന്ന വലിയ മനുഷ്യന്മാരായിരുന്നു അവരൊക്കെ കണ്ണിയത്ത് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അവരോടുള്ള കുരുത്തും പൊരുത്തൊക്കെ ഉണ്ടായാൽ അതിന്റെ ഗുണം ഉണ്ടാവും. കുരുത്തും പൊരുത്തും ഇല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞാൽ അതൊക്കെ ആദാനി വലിയ നാദൻ തൂബിൽ ഹർബ് എന്ന് പറഞ്ഞത് അത് ഏതെങ്കിലും നിൽപ്പൊക്കെ ഉള്ള പരാജയം എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടേ. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമായ ഖദ്ദസല്ലാഹു അവർ ഇതിനേക്കാളൊക്കെ വലിയ ഉയർന്ന മർത്തബയിലാണ് ശൈഖുനുള്ളത്. കണ്ണിയത്ത് ഉസ്താദിന്റെ ആ മർത്തബയിൽ ഒന്നല്ല ബഹുമാനപ്പെട്ടവരുള്ളത്. ഒരു വലിയ വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ അതിപ്പോ മൂപ്പരെ കൊണ്ട് ഓതിയവർക്ക് അറിയാം മൂപ്പര് ആരാന്നുള്ളത്. മൂപ്പരെ കിതാബിലുള്ള തഹ്ഖീഖുകൾ നമ്മൾ മൂപ്പര് പറയുന്നത് കേട്ടാൽ നമുക്കറിയാം. പല സംശയങ്ങളും നമുക്കുള്ള സ്ഥലങ്ങളിൽ അത് മൂപ്പര് അവിടെ ഒരു ഹല്ല് ചെയ്ത് അല്ലെങ്കിൽ മൂപ്പര് അതിനൊരു മഴന പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് എന്നോ പറയേണ്ട മഴനയെന്ന്. ചിലപ്പോ മൂപ്പര് പറഞ്ഞിട്ട് വളരെ ലൈഫായ അഭിപ്രായമാണ്. ചിലര് പറഞ്ഞു
പക്ഷെ ആ ലൈഫായ അഭിപ്രായം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടാൽ ഇത് ഷെയ്ഖുന പറഞ്ഞതാണല്ലോ, അപ്പൊ ഈ ലൈഫിനെയാണ് അവിടെ തെർജിയാക്കേണ്ടത് നമുക്ക് തോന്നും. ഇപ്പൊ ഖുർആാനിനോട് ബന്ധപ്പെട്ട ഖുർആാനും ഹദീസും തമ്മിൽ ചില എതിരുകളുണ്ട് തോന്നുന്ന സ്ഥലങ്ങൾ, ഖുർആൻ തന്നെ ചില ആവർത്തനം ഉണ്ടോ എന്ന് തോന്നുന്നു. ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും മൂപ്പര ഒരു ഹല്ല് കണ്ടാല് അല്ലെങ്കിൽ മൂപ്പര അവിടെ ഒരു മഴന പറഞ്ഞാൽ ആ മഴന നമുക്ക് വളരെയധികം അതവിടെ പൂർണ്ണമായിട്ട് അത് അതന്നെയാണ് ഇവിടെ പറയേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ നിലയ്ക്ക് ഇൽമില് വലിയ ആയുള്ള വലിയ മഹാനാണെന്ന് നമുക്കറിയാം. ഇൽമിൽ ഈ വലിയ ആഴ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയും. ഇൽമ് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇൽമൊക്കെ ലൗഹുൽ മഹ്ഫൂസിൽ രേഖപ്പെടുത്തപ്പെട്ടതല്ലേ. നമ്മൾ ഈ എല്ലാ മദാഹിബുകളും അവിടെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇതൊക്കെ റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞത്. ദീൻ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞത് വളരെ ശരിയല്ലേ. അത് ഈ അയിമത്ത് കണ്ടുപിടിച്ചതല്ലല്ലോ. അവരൊരു പ്രയത്നം, അതിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുന്നവരാണ് അവര് വറാസിഖൂന ഫിൽ ഇൽമ് എന്നുള്ളത് ഇല്ലല്ലാഹ് എന്നുള്ളടത്തുള്ള അത്ഫാണെന്നുള്ള അഭിപ്രായ പ്രകാരം വറാസിഖൂന ഫിൽ ഇൽമ് അവർക്കും അതറിയാം. അവരൊക്കെ എങ്ങനെ അറിഞ്ഞു? അവരത് അറിയാൻ കഴിവുള്ള മഹാന്മാരാവുന്ന ആളുകൾക്ക് അതിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഈ മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖന്മാര് അവര് മനസ്സിലാക്കിയത് മുഴുവൻ ലൗഹിൽ രേഖപ്പെടുത്തപ്പെട്ടതന്നെ, യാതൊരു സംശയം. അപ്പൊ അങ്ങനത്തെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മൂപ്പര് മഹാന്മാര് പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്കുള്ള ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ മുശാഹദത്തു അസ്റാറി റുബൂബിയ്യത്താണ് വഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ്യ. അങ്ങനെ ഇലാഹിയായ ഉലൂമുകൾ അവരെ ഹൃദയത്തിലേക്ക് കൂലം കുത്തി ഒഴുകി വരിക, പുതിയ ശരീഅത്ത് വരിക എന്നല്ല. ഓരോ മസാലകളെ സംബന്ധിച്ചും കണ്ടില്ലേ, പല മസാലകളിലും പലർക്കും എതിരായ വീക്ഷണങ്ങൾ മൂപ്പർക്കുണ്ടായി. അതാണ് ഇപ്പൊ ഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ എന്നുള്ള ഉലൂമുകൾ അവരെ ഹൃദയത്തിലേക്ക് കൂലം. മൂപ്പര് ഒരു വലിയ മഹാനാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും മൂപ്പര് നടത്തലില്ല. ശംസുലുമന്റെ ഒരു പ്രത്യേകത അതാണ്. കണ്ണിത്തുസ്താദ് പിന്നെ ഏതായാലും മൂപ്പര് വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെ മുന്നിൽ നടക്കില്ല. മൂപ്പര് അതിലേക്ക് തുഞ്ഞ് മൂപ്പരെ വലിയെന്ന് വിളിച്ചാതൊക്കെ മൂപ്പര് കണക്കാണ്. ഇനി വലിയെന്ന് വിളിച്ചു നിൽക്കുക, വലിയെന്ന് വിളിച്ചാൽ ചിലപ്പോൾ ചീത്ത കേട്ടത്, ഇനി വലിയെന്ന് വിളിച്ചാതിരിക്കലൊക്കെ മൂപ്പർക്ക് കണക്കാണ്. ഷെയ്ഖുനാ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെയും പറയുമെന്നുള്ളൊരു പേടിയെന്ന് മൂപ്പർക്ക് ഉണ്ടായി. മൂപ്പര് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൂപ്പർക്ക് ചിലപ്പോഴും എല്ലാം കണ്ടാൽ ഭയങ്കര ആഗ്രഹം പ്രകടിപ്പിക്കും. ചിലപ്പോ ഒരാളെ കയ്യിൽ ഒരു വാച്ച് എടുക്കുകയാണെങ്കിൽ മൂപ്പര് പറയലുണ്ട്, ആ വാച്ച് കെട്ടിക്കാൻ നല്ല വാച്ചാളത് എന്ന് പറയും. എന്നാ ഇവൻ വിചാരിച്ചു മൂപ്പരെ കൈമുള്ള ഇങ്ങോട്ട് കഴിച്ചു കൊടുക്കുമോ, അത് കൊടുക്കൂലേ. അങ്ങനെയാണ്, മൂപ്പരത്ത് കഴിച്ചു കൊടുക്കൂല. പിന്നെ മൂപ്പര് ഇത് വാങ്ങി മൂപ്പര് കൈമ കിട്ടും. അപ്പൊ ആളുകൾക്ക് വന്നത് എന്താ, എന്തൊരു ഹിർസാണെന്ന് അറിയാം മൂപ്പർക്ക് കുഞ്ഞാവിനോട്. ഒരു നല്ല വാച്ച് കണ്ടപ്പോൾ അതന്നെ മൂപ്പര് കൈക്കലാക്കിയെന്ന് വിചാരിക്കും. അങ്ങനെ മൂപ്പർക്ക് ഒരു പ്രത്യേക ഒരു ശൈലിയുണ്ട്. എങ്ങനെയെന്ന് അറിയാം, മൂപ്പര് ഒരു ഇതിനോടൊക്കെ ആഗ്രഹമുള്ള ഇല്ലാത്ത ആളാണെന്ന് ആരും മനസ്സിലാക്കാൻ പാടില്ല. ഇതിനോടൊക്കെ വലിയ ഒരിക്കൽ ഞാൻ എന്റെ കാൽമ നല്ല ചെരുപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാനത് അന്ന് 2 ദിവസമായിട്ട് തുന്നിച്ചിട്ട് ചമ്മാട് അച്യുതം തന്നെ ചെരുപ്പ് ഞാൻ എടുത്തിട്ട് ഓനക്കോട് തുന്നിച്ചതാണ്. അന്ന് ഞാൻ ചെരുപ്പ് തുന്നിച്ചിടല്ലേ. അപ്പൊ അന്നത്തെ കാലത്ത് ആ ചെരുപ്പിന് ഒരു 200 രൂപ കൊടുത്തിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഈ ചെരുപ്പ് നല്ല ചെരുപ്പുള്ള തങ്ങളെ എവിടെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞ് ഇന്നെങ്ങനെ കുറേ പൊക്കി. അങ്ങനെ ഞാൻ ചോദിച്ചു, ഷെഹ്നാഖ് ഈ ചെരുപ്പാണെന്ന് വെച്ച്. അപ്പൊ അത് നല്ല ചെരുപ്പാണ്, നിങ്ങളൊന്നും ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഞാൻ ഇവനോട് പറഞ്ഞു, എനിക്ക് എത്ര റുപ്യാലും വേണ്ടി നന്നായി ഉണ്ടാക്കുക, ഇന്നൊരാൾക്കാണ്, എനിക്ക് അയാളെ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ നോക്കി ചെരുപ്പ് ഉണ്ടാക്കി. ചെരുപ്പ് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അന്ന് മൂപ്പര് ആ ചെരുപ്പിട്ട്. പിന്നെ മൂപ്പര് പിറ്റേന്ന് ഇട്ട് വന്നു. പിന്നെ ഞാനിങ്ങനെ വിചാരിക്കട്ടെ, എന്നും ഷെയ്ഖുനത്ത് കേട് വരുവോളിട്ട് പിന്നെ ഇട്ട് വരണേനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ ആ ചെരുപ്പ് ചോദിച്ചു. അതവിടെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് അങ്ങനെയാണ് മൂപ്പര്. അപ്പൊ എന്നോട് ഇന്നെ പരിശോധിച്ചത് മൂപ്പര് ചെരുപ്പ് പറഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കുമെന്നുള്ളതായിരിക്കും. അങ്ങനെയാണ് മൂപ്പര് ശൈലി. അങ്ങനെ മുമ്പ് ഒരു ഗൾഫിൽ പോയെടുത്ത ഒരു ചെറിയ സൂട്ട് കേസ് ഇട്ടിരുന്നു മൂപ്പര്. അന്ന് നമ്മൾ നന്ദിയുള്ള കാലത്ത് ഞാൻ മൂപ്പര് റൂമിലുണ്ട് ആ സന്ദർഭം നടക്കുമ്പോൾ. അപ്പൊ മൂപ്പര് ഇവനോട് പറഞ്ഞു, അപ്പോ ഈ നല്ല പെട്ടി കൊടുത്തിക്കണല്ലോ, എനിക്ക് എങ്ങനെ മനസ്സിലായി എനിക്കിതൊക്കെ ആവശ്യങ്ങൾ പല സാധനവും ഇതിലുണ്ടാവില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, അതിലിപ്പം പറയാൻ തുടങ്ങി വാച്ച് കൂച്ചു എന്നൊക്കെ. അതൊക്കെ എനിക്കും ആവശ്യം തന്നെയാണ്, അതൊക്കെ കഴിഞ്ഞ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതോടെ വാങ്ങിയതിന് ശേഷം അത് ഭയങ്കര അവനും തന്നെ നല്ല സന്തോഷമായി. ഇവനൊരു ഒരു ഫൈദിയാണ്, അയാള് ഒരു ഫൈദിയാണ്, ഇവിടുന്ന് പഠിച്ച ഒരാളാണ്. അപ്പൊ ശിവനാനുള്ള കാലത്ത് വിഷയത്തുള്ള ഒരാളാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ പറഞ്ഞ് ഓനക്ക് ദ്വാരത്തൊക്കെ കൊടുത്ത് ഓൻ പോകുമ്പോ ഒരു കൈമടക്ക് കൊടുത്തു. അപ്പൊ കൈമടക്ക് കൊടുക്കുന്നതിന് മുമ്പേനെ മൂപ്പര് കൈ കാട്ടി വേഗം വാങ്ങി ചെയ്തു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂപ്പരെ ഹാദ്യമുണ്ട്, ഓനോട് പറഞ്ഞു, എടാ ആ പെട്ടി ആ കട്ടിന്റെ ഒട്ടിക്കാണ്ട് എറിഞ്ഞാളെന്നായിരുന്നു. ഓൻ പോയതിനു ശേഷം ആ പെട്ടി ആ കട്ടിന്റെ ഒട്ടിക്ക് ഇടുന്നീനി. ഞാൻ അങ്ങനെ ആലോചിച്ച്, പഠിച്ച റബ്ബേ
എനിക്കേറ്റ ആ പെട്ടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവനെ വേഗം പറഞ്ഞേക്കും ഈ വന്നവനെ, കാരണം ഇത് തുറന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബസ്സിലേക്ക് ഞാൻ എന്റെ കാറുണ്ട് ഇതിലെങ്കിലും എന്നെ ബസ്സിൻ്റെ കൊടുത്തൊക്കെ വിട്ടു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ആ പെട്ടി തുറന്ന് ഇതിലുള്ളവരൊക്കെ കാണാൻ നമുക്ക് എത്ര ആവേശം ഉണ്ടാവും. മൂപ്പര് ആ പെട്ടി തുറന്നില്ല ഒരു 5-8 മാസം ആ പെട്ടി അവിടെ കിടന്നി. ഞാൻ ചിലപ്പോഴൊക്കെ പറയലുണ്ട് ഇതാ ആ പെട്ടി ഇവിടെ ഉണ്ടല്ലോ, ഒന്നും ഉണ്ടൂല. ഒരിക്കലിനോട് പറയും എന്താ നിങ്ങൾക്ക് പെട്ടിനോട് വലിയ കമ്പണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടിനോട് കമ്പൊന്നുമില്ല, എനിക്ക് എല്ലാം ഉണ്ട് ഇപ്പൊ എന്റെ അടുത്ത് എന്നാ അവിടെ കിടന്നോട്ടെ എന്നാണ്. പിന്നെ മൂപ്പരറിയാതെ ഞങ്ങൾ മൂപ്പരുടെ ഇവരോട് പറഞ്ഞു എനിക്ക് അത് പരിഹരിച്ചുകൊണ്ടേ കൊടുത്താണ്. അതാണ് ശൈഖുനാ സംശയം. ആ മൂപ്പർ എന്നോട് വന്ന് ഇയാളോട് ഈ പൈസ വലിയ തീര് വാങ്ങി അയാൾ പോയിന്റ് ശേഷം എന്നോട് പറഞ്ഞു എന്താന്നറിയാം, എനിക്ക് ഈ പൈസനോടൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല തങ്ങളെ, എല്ലാവരും വിചാരിക്കണം ഞാൻ ഇതിനോടൊരു കമ്പുള്ള ആളാണ്. അത് നിങ്ങളും വിചാരിച്ചോളേന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ മുന്നിൽ തന്നെ വാങ്ങിയത്, മനസ്സിലായില്ലേ? അവനും വിചാരിക്കട്ടെ. നിങ്ങൾക്ക് ആരെങ്കിലും പൈസ കൊടുക്കുന്ന നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ വാങ്ങൂല. നിങ്ങൾ എന്താ ചെയ്യാൽ? അവിടെ ചോളി എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ ചോളി എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ കീസിയിലെ ചോളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതായാലും അറിയില്ല. അവൻ എന്താവും തരാതെ പോകില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കുറെ നേരം അവിടെ ചോളി. അപ്പൊ നിങ്ങളെ പറ്റിയ ആളുകൾക്ക് എന്തായി? പഠിച്ചോനെ തങ്ങൾ കണ്ടില്ലേ വല്ലാത്തൊരു മനുഷ്യനാണ്, ദുന്യാവിനോട് ഒരു കമ്പുമില്ല, തങ്ങളെന്നെ എഴിഞ്ഞ് വലിയ എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടു കിടക്കും. ഇന്നങ്ങോട്ട് പറയാ ഈ കേട്ടല്ലോ മൂപ്പർക്ക് പൈസ കൊടുത്ത പാടേനെ മൂപ്പര് പൈസ വാങ്ങി, മൂപ്പർക്ക് ദുന്യാവിനോട് വലിയ മഹബത്താണെന്ന ആൾ അത് പറയട്ടെ. അത് അങ്ങനെ എല്ലാവരും പറയട്ടെ, ഞാൻ ദുന്യാവിനോട് വലിയ മഹബത്തുള്ള ആളാണെന്ന് എല്ലാവർക്കും ആ ഒരു അഭിപ്രായം എന്നെ പറ്റി വരുത്തവേ. അവനോട് മൂപ്പർക്ക് മഹബത്തൊന്നുമില്ല. ഇതേപോലെ ഒരു ഫൈൽ ഞാൻ നന്ദിയുള്ള കാലത്ത് തന്നെ അവൻ ഗൾഫ് പോയി ഷെഹ്നാന്റെ അടുത്ത് വന്നു. അവന് AP ഭാഗത്തുള്ളവനാ, മറ്റേ വിഭാഗക്കാരൻ. പക്ഷെ ഷെഹ്നാനോട് എന്തോ ഒരു പതിപ്പുണ്ട്. അങ്ങനെ അവിടെ വന്നിട്ട് ഇവനൊരു കള്ളിത്തുണി എടുത്തിട്ടുണ്ട് നല്ല മൗലാന്റെ. അപ്പൊ ഷെഹ്ന അയാളോട് പറഞ്ഞു പിന്നെ ഈ ഒരു പണി ഈ കള്ളിത്തുണി എവിടുന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചു. അവൻ അതിവിടെ എല്ലാ സ്കൂൾ ഷാപ്പിലും കിട്ടും, ഷെഹ്നാക്ക് വേണമെന്ന് വെച്ചു. ആ കൊണ്ടുവരുന്നാലും തന്നെ ഇവൻ വാങ്ങിപ്പോയി. ഇവനൊരു കാർഡ് എസലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവൻ പോയിന്റ് ശേഷം എന്നോട് പറഞ്ഞു എനിക്ക് കള്ളിത്തുണി ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല, ഇവനോട് ഞാൻ ഇപ്പൊ കള്ളിത്തുണി കൊണ്ടുവച്ചാൽ ഇപ്പൊ പോയി എല്ലാവരോടും പറയും, അവന്റെ ആ ഗ്രൂപ്പിലൊക്കെ നടന്ന് പറയും. അത് ഇന്നത്തെ വാർക്ക് ഈ വാട്സപ്പ് സമ്പ്രദായങ്ങളൊന്നും ഇല്ല, എന്തെങ്കിലും അതിലത് പബ്ലിഷ് ചെയ്യും. പിന്നെ ഞാൻ മൂപ്പരെടുത്ത് പോയി എന്നോട് 3 തുണിയാണ് കൊണ്ടുവച്ചത്. കുഞ്ഞാവിനോട് ആ മനുഷ്യന്റെ ഒരു ഹിർസ് കണ്ടില്ലേ, ഇത് ഓൻ 10 ആളോട് പറയും, ആ 10 ആള് പിന്നെ 10 ആളോട് പറയും, അങ്ങനെ പിന്നെ ആ 100 ആൾക്കാർ 10 ആളുകളോട് പറയും, അങ്ങനെ 1000 ആളുകൾ 10000 ആളുകളായിട്ട് എല്ലാവരും മനസ്സിലും ഇങ്ങനെ വരട്ടെ. എന്ന് പറഞ്ഞാല് കുഞ്ഞാവിനോട് വലിയ മഹബത്തുള്ള ആളാണ്. അതാണ് മൂപ്പർക്ക് കുഞ്ഞാവിനോട് ഒരു മഹബത്തും ചെയ്ത്. മൂപ്പര കുപ്പായങ്ങൾ കണ്ടില്ലേ, കുപ്പായവും തുണി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ആഡംബരമുള്ള കുപ്പായം തുണിയൊന്നും മൂപ്പരെടുത്തില്ല. അപ്പൊ മൂപ്പർക്ക് ദുന്യാവിനോട് ഒരു മഹബത്തും ഇല്ല. മഹാനാവുന്ന സക്കരിയ അൻസാരി തങ്ങളെ പറ്റി പറയലുണ്ട്, യാ സക്കരിയ തസത്തർ വിലായതക ബിൽ ഫിഖ്. ഒരു അശരീരി വന്ന് പറഞ്ഞു പോയി സക്കരിയ അൻസാരി തങ്ങളോട്, യാ സക്കരിയ തസത്തർ വിലായതക ബിൽ ഫിഖ്, സക്കരിയ നിന്റെ വിലായത്തിന്റെ ഫിഖ് കൊണ്ട് മറച്ചു പിടിച്ചോ. കാരണം ആൾക്കാർ ഇത് വലിയ വലിയാണെന്ന് കണ്ടു ഇവിടെ വെള്ളം വന്നിരിച്ചാനും നൂല് വന്നിരിച്ചാനും ഒക്കെ വന്നാല് ഇവിടെ സക്കരിയ അൻസാരി തങ്ങളെ ഈശ്വരന്മാരുള്ള മൂപ്പരനെ അഭിമാനത്തോടു കൂടി പറയലുണ്ട് എന്നുള്ള നശഅ്തു ബൈനൽ ഹജറൈൻ വബൈനൽ ജലാലൈൻ വബൈനൽ കമാലൈൻ. അപ്പൊ ഇബ്നു ഹജറുൽ ഹൈതമിനെ പോലെ ജലാലുദ്ദീൻ സുയൂത്തിയെ പോലുള്ള മഹാന്മാരൊക്കെ മൂപ്പര ഈശ്വരന്മാരാണ്. അങ്ങനത്തെ വലിയ ഉസ്താദന്മാരിൽ നിന്നുമാണ് ഞാൻ, അവരുടെ ഇടയിലാണ് എന്റെ വളർച്ച, അല്ലെങ്കിൽ അവരാണ് എന്റെ വളർച്ചന്റെ നിദാനെന്നൊക്കെ പറയലുണ്ട്. അപ്പൊ വലിയ ഈശ്വരന്മാര് ഈ ആരാ ഇബ്നു ഹജർ തങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ മസൂദിയിൽ ഒരു കിതാബ് എഴുതി എന്ന് പറയാം, അത്രമാത്രം വലിയ മഹാനാണ് ഇബ്നു ഹജർ തങ്ങൾ. അപ്പൊ അങ്ങനത്തെ ശിഷ്യന്മാരൊക്കെ മൂപ്പർക്ക് ഉണ്ടാവണം. മൂപ്പരൊരു വലിയ ആയിട്ട് എവിടെയെങ്കിലും മുക്കിലെ ആൾക്കാർ വെള്ളം വന്നിരിച്ചാലും നൂലൂതാനും കുട്ടികളെ വന്നിരിച്ചാലും കൊടുത്താല് ഈ പണി നടക്കൂല. അതുകൊണ്ട് തസത്തർ വിലായത്തൊക്കെ ബിൽ ഫിഖ്, ഈ ഫഖീഹാണെന്ന് മാത്രം ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വിലായത്തിൽ ആർക്കും നീ കാണിച്ചു കൊടുക്കരുത്, അത് മറച്ചു വെച്ചോ എന്ന് പറഞ്ഞു പറയപ്പെടും എന്നതുപോലെയാണ് ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം. അവര് വലിയ പണ്ഡിതരാണ്, അതിലാർക്കും സംശയമില്ല. എല്ലാം അറിയണ വലിയ പണ്ഡിതരാണ്, എന്തും നേരിടാൻ കഴിയും. ഇതൊക്കെ ഒരു പൊതുവെ സമ്മതിക്കപ്പെട്ട ഒന്നാണ്. ഇന്നൽക്കുള്ള ഒരു പണ്ഡിതനാവണമെന്നുണ്ടെങ്കിൽ ഇലാഹിയായ നിൽക്കുള്ളതായ ഒരു പ്രത്യേക ഇതുണ്ടാവണം. അതുകൊണ്ടാണ് മൂപ്പര് ക്രിസ്ത്യാനികളായിട്ടൊക്കെ ഉണ്ടായ ആ സംഭവത്തിന്റെ ഒന്ന് മൂപ്പര് പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയലുണ്ട്. മൂപ്പര് പറഞ്ഞത് ആരും കണ്ട് കയറണ്ടാന്ന് ആ സ്റ്റേജിക്ക്. അതിനെപ്പറ്റി പറയുന്നുണ്ട്, ഇവിടെ വ്യക്തികളൊക്കെ സ്റ്റേജിൽ കയറ്റിയാൽ അവിടെ റസൂലൊന്നും വരൂല, അവിടെ ഞാൻ ഒറ്റക്ക് മതി, അവിടെ എല്ലാം അവിടെ താഴ്ത്തിയിരുന്നാ മതി. സ്റ്റേജിൽ ആദ്യം ആ കയറ്റിയില്ലാരും, അതാ സ്റ്റേജിൽ ആരും കയറേണ്ടതാണ്. റസൂലൊക്കെ സ്റ്റേജിലുണ്ടെന്നാ മൂപ്പര് പറയില്ലേ. എന്ന് പറഞ്ഞാൽ അന്നേക്കുള്ള ഒരു സഹായം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് അതിന് കഴിഞ്ഞത് എന്നാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ എല്ലാ മേഖലയിലും വലിയ. അപ്പൊ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് എവിടെയും മൂപ്പരോട് ചോദിച്ചാൽ ചിലയിടത്തൊക്കെ മൂപ്പര് പറയണത് ചിലപ്പോ നമ്മള് മനസ്സിലാക്കിയതല്ലാത്ത വേറെ ചിലതായി. നമ്മൾക്ക് ചിലപ്പോ അതിന്റെ മറുപടി പിന്നീട് കണ്ടെത്തുമ്പോൾ നമുക്ക് തോന്നും ഷെയ്ഖുനെ പറഞ്ഞത് തെറ്റാടോ.
അവിടെ തന്നെ ജമ്മു തന്നെ ഒരു സ്ഥലത്ത് പിന്നെ എന്താണ് തഖ്രീദിനെ മയ്യത്തിനെ തഖ്രീദിൽ പാടില്ല എന്നില്ല. അവിടെ യഹ്റുമു തഖ്രീദുൽ മയ്യത്തീൻ അല്ലേ, വലാ യജൂസു തഖ്രീദുൽ മയ്യത്തീൻ അവിടെ. അപ്പൊ മയ്യത്തിന് ഖിലാഫത്ത് ആരാണ്? ഇമാമി റാസിം മൂപ്പർക്ക് മാറായിട്ട്. അപ്പൊ ഞാൻ അവിടെ യഥാർത്ഥത്തിൽ അതിന്റെ മറുപടി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ മൂപ്പരോട് ഒരിക്കൽ ചോദിച്ചപ്പോ പിന്നെ മൂപ്പര് പറഞ്ഞ മറുപടി വേറൊന്നാണ്. അവിടെ കിയനോട് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞത് വേറൊന്നാണ്. പിന്നെ മൂപ്പര് അതിന് മടങ്ങി എന്ന് പറയുന്നുണ്ട് അത് ഇമാം റാസി തങ്ങള്. ഞാൻ ഇമാം റാസി തങ്ങൾ മുഖല്ലിദല്ലേ, ഷാഫി ഇമാമിനല്ലേ തഖ്രീദ്, പിന്നെ എങ്ങനെ മൂപ്പര് ഇങ്ങനെ പറയാന്നാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ ഏത് സ്ഥലങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴും ആ സ്ഥലം ആ സ്ഥലത്ത് മൂപ്പരേതായ ഒരു തഹ്ഖീഖുകൾ ഉണ്ടാവും. ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മൂപ്പര് പനയത്തിൽ ദർസ് നടത്തിയ കാലത്ത് മൂപ്പര് എടുത്തുനിന്ന് ഓതിയ ആളുകളെ കൂട്ടത്തിൽപ്പെട്ടതാണ് പിന്നെ നമ്മളെ ഒരു കുറ്റൂക്കാരൊരു കുഞ്ഞിക്ക മുസ്ലിയാരുണ്ട്. അയാള് പിന്നെ കുറെ കാലം ദർസ് നടത്തി, പിന്നെ വിദേശത്ത് പോയി. പിന്നെ മൂപ്പര് ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനായി. മൂപ്പര് ഭരിക്കുന്ന മുമ്പൊക്കെ കൊണ്ടോട്ടി ഒരു കോളേജിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കോളേജിൽ ഒരു ഉസ്താദ്. അപ്പൊ എന്നിട്ട് എപ്പോഴും വലിയ ബന്ധമുള്ള ആളാണ്. എന്റെ അടുത്ത് എപ്പോഴും വെല്ലുണ്ട്. ചില എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കിതാബിയായിട്ടുള്ള ചർച്ചക്കൊക്കെ പറ്റുന്ന ആളാണ്. കിതാബൊക്കെ തീരുന്ന ഞാൻ ഓതുന്ന കാലത്ത് തന്നെ മൂപ്പര് പാലത്തുങ്ങൾ മുതലീസ്. അപ്പൊ മൂപ്പര് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കോട്ടുമൽ ഉസ്താദിന്റെ ഇരുന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് പോയതാണ്, എവിടേക്ക് വേലൂർക്ക്. പിറ്റത്തെ കൊല്ലം കോട്ടുമൽ ഉസ്താദ് ജാമിയക്ക് വന്നു. അപ്പൊ ഞങ്ങൾ ബാഖിയാത്തില് പരീക്ഷ കഴിഞ്ഞ് റബീഉൽ അവ്വലിൽ നിർത്തിയപ്പോൾ കോട്ടുമൽ ഉസ്താദിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. പട്ടിക്കാട് വന്നപ്പോൾ ഇവര് ഈ പിന്നെ മുത്തവ്വൽ പരീക്ഷ എഴുതിക്കൊണ്ടാണ് വരുന്നത്. മുത്തവ്വൽ എന്ന് പറഞ്ഞ കിതാബ് അരക്കൊല്ല പരീക്ഷയ്ക്ക് ബാഖിയാത്തിൽ ഉണ്ടായിരുന്നു. അത് എഴുതി ഒക്കെ ഉഷാർ മറാത്ത് കറാത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അന്നേക്ക് പഠിച്ചൊക്കെ ഉഷാറായി എഴുതി വന്നവരാണ്. അപ്പൊ ഇവർക്ക് 2-3 ശിഷ്യന്മാരുണ്ട് എന്ന് പറഞ്ഞു ഇയാളപ്പം കോട്ടുമൽ ഉസ്താദിന്റെ. ഇവർക്ക് തോന്നി ഒന്ന് ഷെയ്ഖുനാന്റെ ഈ മുത്തവ്വൽ അവിടെ ദർസ് നടക്കുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. അപ്പൊ അത് കേട്ടപ്പോൾ ഇവർക്ക് തോന്നി എന്തിനാ അങ്ങോട്ട് പോയി. അൽഫിലാമിന്റെ ബാസാണ്, ആ ബാസ് മൂപ്പര് ചെയ്യുമ്പോൾ ഇവർക്ക് തോന്നി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വരണമല്ലോ കോട്ടുമൽ ഉസ്താദിന്റെ ഒപ്പം ഇങ്ങോട്ട് പോകാൻ മതി, എന്നാ മൂപ്പരെ ഈ സബുക്ക് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണ് എല്ലാ മൂപ്പര സബുക്ക് ഒരു പ്രത്യേക ശൈലിയാണ്. അവര് അത് പ്രത്യേക തഹ്ഖീഖുകള് അവര് ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മത പ്രവർത്തിച്ച് ആ ഇസ്തിഖാമത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി നമുക്ക് തോന്നും കാണുമ്പോൾ ഭയങ്കര ഗൗരവമാണ്, എന്തൊക്കെ ഒരു സാധനമാണ്. അത് ഈ കോളേജിൽ നിന്നൊക്കെ അങ്ങനെ തന്നെയാണ് മൂപ്പര് നിൽക്കല്. വളരെ എല്ലാരെയും പേടിപ്പിച്ചുകൊണ്ടാണ് നിൽക്കല്, എല്ലാരെയും പേടിപ്പിച്ചുകൊണ്ട് ാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവര് നമുക്ക് കാണിച്ചു തന്ന വഴിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഉറച്ചു നിൽക്കണം. ഈ വേഷവിധാനങ്ങൾ എപ്പോഴും വേണം. നമ്മളെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു സംഗതിയാണ്. മറ്റൊരു അടുക്കളയിൽ നിന്ന് വരെ തരി കെട്ടിട്ടു. നമ്മൾക്ക് അതുപോലെ അടുക്കളയിൽ നിന്ന് നമ്മൾ കെട്ടണ്ടില്ല, പുറത്തിറങ്ങിയാലും കെട്ടണ്ടേ. അപ്പോ നമ്മള് അത് ഈ തരീകെട്ടും നമ്മളെ ഈ സയ്യി എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സംഗതിയാണ്. മറ്റേ പുളിക്കല് മുമ്പ് അഹമ്മദ് കുട്ടി മൗലവി എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചപ്പോൾ TV അബൂ ലൈല എന്ന് പറഞ്ഞ വലിയൊരു ഷായറിന് അവര് മരിച്ചു. കുളിപ്പിക്കുമ്പോഴാണ് ഈ മൗലവി വരുന്നത്. അയാള് 70ഓളം വരികൾ എഴുതി. ആ വരികളിൽ പ്രധാനമായി എഴുതിയത് ഈ അഹമ്മദ് കുട്ടി മൗലവിന്റെ തലീകെട്ടിനെ പറ്റിയാണ്. നിങ്ങളെ ഈ ചൊർക്കുള്ള ഈ വണ്ണമായ തലീകെട്ട് നാട്ടുരാജാക്കന്മാർ കണ്ടാൽ അവർക്ക് വൈദികമായി കിട്ടിയ അവരെ ആ താജ് കൊടുത്തുകൊണ്ട് അവർ വാങ്ങുന്നു. അത്ര ഉഷാർ ആ തലീക്കെട്ടിനെ വർണ്ണിച്ചത് അങ്ങനെയാണ്. അപ്പൊ തലീക്കെട്ട് ഒരു പ്രത്യേക സംഭവമാണ്. ഇസ്ബുൻ അബ്ദുസ്സലാം തങ്ങള് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ മൂപ്പര് തൈലസാൻ ഇടാത്തോണ്ട് ജനങ്ങൾ മൂപ്പര് പറഞ്ഞത് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞില്ലേ. രണ്ടാമത് തൈലസാൻ ഇട്ട് വന്നപ്പോ എനിക്കപ്പോ ഉലമാവിൻ്റെതായ ഒരു സിയ്യ് ഉണ്ടാവും. ആ സിയ്യ് നമ്മൾക്ക് ഉണ്ടാവണം, നമ്മൾ ആദരിക്കപ്പെടാനും നമ്മൾ പറയുന്നത് സ്വീകരിക്കപ്പെടാനൊക്കെ. എന്നാലേ മസല അറിഞ്ഞാലും ഒരു വില ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു വില ഉണ്ടാവില്ല. അപ്പൊ ജനങ്ങൾക്ക് ഓരോ പ്രദേശത്തും ഓരോ സിയ്യുകളാണ്. ഈ കാരണം നമ്മളെ ഇവിടുത്തെ സിയ്യാണ് നമ്മളെ ഉസ്താദന്മാർക്കൊക്കെയുള്ള സിയ്യ്. ഈ സിയ്യ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിൽ നിങ്ങളൊക്കെ വളരെ ശക്തരായി കൊണ്ടിട്ട് പ്രവർത്തിക്കണം. പിന്നീട് നേതൃത്വ സ്ഥാനത്തേക്ക് വരാനുള്ളവരാണെന്ന് മനസ്സിലാക്കണം. പിന്നെ കിതാബുകളൊക്കെ നല്ലവർക്ക് ഓതി പഠിക്കുക, മഹാന്മാരൊക്കെ ഓതി പഠിച്ച വായിക്ക് കിതാബിലുള്ള സംശയങ്ങളൊക്കെ തീർക്കുക. അത് പിന്നെ വിവരമുള്ള ഉസ്താദന്മാരോടൊക്കെ എല്ലാം ചോദിക്കാലോ. നമ്മൾ ഉസ്താദന്മാർ അതിനു വേണ്ടിയല്ലേ.
അപ്പോൾ അത് ഇനി ദർസ് നടത്തുകയാണെങ്കിലും സംശയങ്ങളുണ്ടാവും. സംശയം വന്ന് ചോദിക്കണം ഉസ്താദന്മാരോട്. പഴയ കാലത്തൊക്കെ അങ്ങനെയൊന്നും എല്ലാവരും പരസ്പരം ശരീക്കന്മാരോടും ഉസ്താദന്മാരെ ശരീക്കന്മാരോടൊക്കെ നമ്മൾ സംശയങ്ങൾ ചോദിക്കലുണ്ട്. ആ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ശരിക്ക് തഹ്‌ലീൽ ചെയ്ത് കിതാബ് ഓതി പഠിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്നും ബഹുമാനപ്പെട്ട ഷെയ്ഖുന കടിയത്ത് ഉസ്താദിന്റെയും ഷെയ്ഖുന ശംസുൽ ഉലമയുടെയും ആ ജീവിത രീതിയും അവര് ഇവിടെ പ്രചരിപ്പിച്ച അവരിവിടെ ജീവിച്ച് കാണിച്ചു തന്ന മാതൃകയും അവര് നമ്മൾ കയ്യിലേൽപ്പിച്ച ഈ വിശുദ്ധമായ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന്റെ വാഹകരാവുക, അതിന്റെ പ്രവർത്തകരാവുക എന്നെല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.